കാനഡ എന്ന രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് പരസ്യ പിന്തുണ കൊടുത്തതോടെ അവർ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുന്നു. ഇന്ത്യക്കെതിരെ പ്രസംഗങ്ങൾ നടത്തുകയും ഇന്ത്യയെ തകർക്കാൻ ആഹ്വാനം ചെയ്യുകയും ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഭീകരാക്രമണത്തിന് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തവരൊക്കെ കാനഡയിൽ സുഖമായി ജീവിക്കുന്നു. അമേരിക്കയും ബ്രിട്ടനും പോലും ഖാലിസ്ഥാൻ ഭീകരവാദത്തോടെ വിട്ടുവീഴ്ചയുള്ള സമീപനമാണ് എടുക്കുന്നത്. അതിനിടയിലാണ് പഞ്ചാബിൽ ആം ആദ്മി ഭരണം വരുന്നത്. പഞ്ചാബിൽ ആം ആദ്മി അധികാരത്തിലെത്താൻ പ്രധാന കാരണം ഈ ഖാലിസ്ഥാൻ വാദത്തെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് എന്ന ആരോപണം ഈ ഭീകരവാദികൾ തന്നെ ഉയർത്തിയിരുന്നു. അവർ തന്നെയാണ് പറഞ്ഞത് 16 മില്യൺ ഞങ്ങൾ ഈ ആവശ്യത്തിന് വേണ്ടി ആം ആദ്മിക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. അത് വെറുമൊരു ആരോപണമല്ല, അന്വേഷിച്ച് കണ്ടെത്തി ശിക്ഷിക്കേണ്ട ഗൗരവമേറിയ കുറ്റകൃത്യമാണെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് തോന്നുന്നു. ആ അന്വേഷണം NIA ഏറ്റെടുത്താൽ അരവിന്ദ് കെജ്രിവാളിന് പിന്നെ വെളിച്ചം കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. തെളിവ് ശേഖരണവും അന്വേഷണവും വിചാരണയും ഒക്കെയായി മാസങ്ങളും വർഷങ്ങളും കടന്നുപോകും. ആം ആദ്മി എന്ന പ്രസ്ഥാനത്തിന് പിന്നെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും.